ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. മനോഹരമായ ഒരു നല്ല ദിവസം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. ഇന്ന് ഒരിക്കൽ കൂടി ഈ ഡിസംബർ 9 നിങ്ങളുടെ മുന്നിലേക്ക് വരുവാനായിട്ട് സർവശക്തനായ ദൈവം നൽകിയ നല്ല നിമിഷങ്ങൾക്കായി നന്ദി പറയുന്നു. ഇന്നെല്ലാവരും തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലായിരിക്കും. എല്ലാവരും വോട്ട് ചെയ്യാൻ പോയി എന്ന് കരുതുന്നു. ഞങ്ങൾ പോയില്ല, പോകുവാനായിട്ട് റെഡിയായിട്ട് ഇരിക്കുക. ഏതായാലും ഇന്ന് ഞാൻ ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുകയാണ്. ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് തന്നെ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് തന്നെ 1-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യമാണ്. അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക്, അവർക്ക് എന്തു തന്നെ വന്നാലും അവരുടെ ഭക്തന്മാരുടെ മേൽ, ദൈവത്തോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അവിടുന്ന് തലമുറയായിട്ട് ഉള്ള അനുഗ്രഹങ്ങൾ ചൊരിയുമെന്നാണ് ഈ വേദപുസ്തകത്തിൽ കൂടെ നമ്മളോട് പറയുന്നത്. ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ചില വ്യക്തികൾക്ക്, ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നാലും, ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ വന്നാലും, യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് അതിനെയൊക്കെ മറികടക്കുവാനൊക്കെയുള്ള ഒരു ശക്തിയും ബലവും ലഭിക്കും. അവരെ നമ്മൾ ഒരു വിധത്തിലും താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാലും, ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും, അവഗണിക്കാൻ ശ്രമിച്ചാലും അവരൊരിക്കലും തളരുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ചിലരുണ്ട്, പരിഹസിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും ഒരു വില കൽപ്പിക്കാതെ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈശോയിൽ വിശ്വാസമർപ്പിച്ച മുന്നോട്ട് പോകുന്നവർക്ക് തൻ്റെ പ്രിയപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ തന്നെ അവഗണിക്കുന്നവരുടെയോ മുൻപിലോ ഒന്നും അടിപതറാതെ നിൽക്കുവാനുള്ള ഒരു ശക്തിയും ബലവും കിട്ടും. കാരണം എല്ലാവരും എല്ലായ്പ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മൾ മനുഷ്യരിൽ അർപ്പിക്കുന്ന വിശ്വാസത്തേക്കാൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് ഫലമേൽപ്പിക്കുക, പുൽക്കൂട്ടിലേക്കുള്ള പുണ്യയാത്രയിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടെ നമുക്കായിട്ട് കാത്തിരിക്കുന്ന, നമ്മുടെ ആരോരുമില്ല എന്ന് കരുതുന്നവർക്ക് തുണയായി, ബലമായി, ശക്തിയായി, ആശ്രയമായി ഒരുവനുണ്ട് എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അതിനുള്ള കൃപ ദൈവം തമ്പുരാൻ തരട്ടെ. അവഗണിക്കുന്നവരുടെയും വില കൽപ്പിക്കാത്തവരുടെയും ഒന്നും മുന്നിൽ നമ്മൾ പതറിപ്പോവാനിടയാകരുത്. നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന ഒരാൾ നിന്നോടൊപ്പമുണ്ട് എന്ന് വിശ്വസിക്കുക. ഇന്ന് കാണുന്നവർ ചിലപ്പോൾ നാളെ നിങ്ങളെ തള്ളിപ്പറഞ്ഞേക്കാം. ഇന്ന് നിങ്ങളെ സ്നേഹം കൊണ്ട് പൊതിയുന്ന നിമിഷമുണ്ടായേക്കാം. നാളെ നിങ്ങൾ അവരിൽ നിന്ന് വളരെ ദൂരെയായിരിക്കാം. എന്നാൽ അവിടുത്തെ ഭക്തന്മാരുടെ മേൽ അവിടുന്ന് തലമുറയായിട്ട് കാണിക്കുന്ന ആ സ്നേഹവും വാത്സല്യവും കരുതലും ഒക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്കേവർക്കും ശക്തിയും ബലവും ലഭിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 8-ാം ദിവസം, 9-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ കരുണ അതിതീവ്രമായി നമ്മളിലേക്ക് ഒഴുകുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.